എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് പോൺ കണ്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടുള്ള സ്ത്രീ പുരുഷ ബന്ധത്തെ ബാധിക്കുമോ, സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധത്തെ ബാധിക്കുമോ? അപ്പോൾ ഇതിനൊരു ഉത്തരം പറയുമ്പോൾ നമ്മൾ ആൾക്കാരെ രണ്ട് കാറ്റഗറിയായിട്ട് തിരിക്കണം. ഒന്ന് സ്വാഭാവികമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് സാഹചര്യമുള്ളവർ, മറ്റൊന്ന് സ്വാഭാവികമായിട്ടുള്ള ബന്ധത്തിന് സാഹചര്യമില്ലാത്തവർ. എന്ന് വെച്ചാൽ ചില ആൾക്കാർ ഇപ്പം പ്രായപൂർത്തിയായി പക്ഷേ വിവാഹം കഴിച്ചിട്ടില്ല, ഒരു സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ ഒരു പുരുഷനുമായിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യമൊന്നും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി വിവാഹം കഴിച്ചു പക്ഷേ ഹസ്ബൻഡ് വിദേശത്താണ് അല്ലെങ്കിൽ വൈഫ് വിദേശത്താണ്, അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ ഇനി മറ്റൊരു കൂട്ടരാണ് ഒന്നിച്ച് കഴിയുന്നവർ, സ്ത്രീ പുരുഷനും ഒന്നിച്ച്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നിച്ച് കഴിയുന്നവർ. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബന്ധപ്പെടാനുള്ള സാഹചര്യമുണ്ടെന്നല്ല, അവർ ബന്ധപ്പെടണം. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. എന്നുവെച്ചാൽ ഇതിനൊരു അഡിക്ഷൻ സ്വഭാവമുണ്ട്. ഈ പോൺ എപ്പോഴും കാണുന്നത് കൊണ്ട് അതിനകത്ത് കൂടുതലായിട്ട് സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനൊരു അഡിക്ഷൻ സ്വഭാവമുണ്ട്. അതിൻ്റേതായിട്ടുള്ള ചില നെഗറ്റീവായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ അവർക്കുണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ കാറ്റഗറിയാണ്. എന്ന് വെച്ചാൽ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് താമസിക്കുന്നു, പുരുഷൻ ഫോൺ വീഡിയോ കാണുന്നു, കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നു, അതിനകത്ത് അഡിക്ഷൻ സ്വഭാവമുള്ള പുരുഷൻ, അങ്ങനെ നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ പുരുഷനെ സംബന്ധിച്ച് അവരുടെ ലൈംഗിക ജീവിതം വിവാഹം കഴിക്കുന്നതിന് മുമ്പേ തുടങ്ങിക്കഴിഞ്ഞു. വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 28 വയസ്സ്, 27 അല്ലെ 30, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഏത് പ്രായത്തിലാണ് വിവാഹം കഴിക്കുന്നതെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുരുഷന്മാർ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർ, പക്ഷേ ഇപ്പം സ്ത്രീകളും സ്വയംഭോഗം ചെയ്യുന്നുണ്ട്. എന്നാലും ഇത് കൂടുതലായിട്ട് കണ്ടും കേട്ടും ഒക്കെ ചെയ്ത് ആസ്വദിക്കുന്നത് പുരുഷന്മാരാണ്. അപ്പോൾ എല്ലാവർക്കും പ്രൈവസി വളരെ കൂടുതലാണല്ലോ ഇപ്പോൾ. ആണിനും പെണ്ണിനും പ്രത്യേകം മുറി, അതുപോലെ എല്ലാവർക്കും പ്രത്യേകം മൊബൈൽ ഫോണുണ്ട്. അപ്പോൾ പ്രൈവസി ഉണ്ട്, ഈ ഫോൺ കാണാനുള്ള പ്രൈവസി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇത്രയും പ്രൈവസി വരുന്നതുകൊണ്ടാണ് നേരത്തെ അപേക്ഷിച്ച് ഇപ്പം ഫോൺ അഡിക്ഷൻ കൂടുന്നത്. അപ്പം മാസ്റ്റർബേഷൻ ഇത്രയും കൂടാൻ കാരണം ഈ പ്രൈവസി തന്നെയാണ്. അപ്പോൾ ഒരാൾ സ്വാഭാവികമായിട്ട് മാസ്റ്റർബേഷൻ ചെയ്യുന്നു, അവർ വെറുതെ അങ്ങ് ചെയ്യുമല്ല, അവർ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുക, കേൾക്കുക, കുറേ വീഡിയോസൊക്കെ കണ്ട് ഫോട്ടോസ് കണ്ട് അങ്ങനെ ഉത്തേജിപ്പിച്ചിട്ടാണ് സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ മാസ്റ്റർബേഷൻ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്തുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിവാഹം കഴിക്കാത്തവരാണ് ഇങ്ങനെ ചെയ്ത് ഒരു അഡിക്ഷൻ ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആദ്യകാലങ്ങളിലൊക്കെ അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇറക്ഷൻ്റെ ചില പ്രശ്നങ്ങൾ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. എന്ന് വെച്ചാൽ ചിലവർക്ക് ഇറക്ഷൻ ശരിയാകത്തില്ല, ചിലവർക്ക് പ്രിമച്ചർ ഇജാക്കുലേഷൻ ഉണ്ടാകാം, അങ്ങനെയൊക്കെയുള്ള ചില പോസിബിലിറ്റീസൊക്കെ വരാം. അപ്പം ഞാനീ പറയുന്നത് ഇതിനൊരു അഡിക്ഷൻ സ്വഭാവമുള്ളവരുടെ കാര്യമാണ്, അല്ലാതെ സാധാരണ വല്ലപ്പോഴും ഒക്കെ ഇടയ്ക്കുമൊക്കെ ഒന്ന് കാണുന്നു എടുക്കുന്നു അതല്ല. ഇതിനോടൊരു അഡിക്ഷൻ സ്വഭാവമുള്ളവർ ഇത് കണ്ടെങ്കിൽ മാത്രമേ ഉത്തേജനം വരുത്തുള്ളൂ എന്ന രീതി. കാരണം ഇതിനകത്ത് പല വെറൈറ്റി ഓഫ് ആൾക്കാരുടെ ചിത്രങ്ങളും ശരീരമാണല്ലോ കാണുന്നത്. അപ്പം അങ്ങനെ കൂടുതലായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഉത്തേജനം വരൂ അല്ലെങ്കിൽ മൂടാകൂ എന്നുള്ള ഒരു കാറ്റഗറി ഉള്ള ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടൊരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുന്നതിനേക്കാൾ ഉപരിയായിട്ട് പല സ്ത്രീകളുടെ വീഡിയോസ് കണ്ടിട്ട് സ്വയംഭോഗം ചെയ്യുന്നതിനോടാണ് താല്പര്യം. ഇതിന് അഡിക്ഷനായിട്ടുള്ളവർ വിവാഹം പോലും ഇപ്പോൾ ഉടനെ ഒന്നും വിവാഹം വേണ്ട, വിവാഹപ്രായമായാൽ പോലും വിവാഹത്തിനോട് വലിയ താല്പര്യം കാണിക്കാത്ത ചെറുപ്പക്കാരുണ്ട്. അപ്പം മാസ്റ്റർബേഷൻ ചെയ്യുന്ന ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല, പക്ഷേ അത് ഏത് രീതിയിൽ ചെയ്യുന്നു അതാണ് പ്രശ്നം. ഏത് രീതിയിലാണ് മാസ്റ്റർബേഷൻ ചെയ്യുന്നത്, അത് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, സ്വാഭാവികമായിട്ടുള്ള ലൈംഗികതയും മാസ്റ്റർബേഷനും രണ്ടും രണ്ട് രീതിയിലാണ്. രണ്ടിനകത്ത് ഇജാക്കുലേഷനും ഓർഗാസവും നടക്കുന്നുണ്ട്, എന്നാൽ പോലും രണ്ടും രണ്ട് രീതിയിലാണത്. ഇപ്പം മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്വയമായിട്ട് കൂടുതലും മാനസികമായിട്ട്
പിന്നെ ഫിസിക്കലി ഏതെങ്കിലും ഒരു കേന്ദ്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ് മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഒരു സ്ത്രീയും പുരുഷനുമായിട്ട് ചെയ്യുമ്പോഴോ അവിടെ സ്പർശനമുണ്ട്, തൊടലുണ്ട്, പിടിക്കലുണ്ട്, അവിടെ സ്നേഹമുണ്ട്, ചുംബനമുണ്ട്, അങ്ങനെ പല കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അപ്പൊ അതിനകത്ത് ആ സ്നേഹം പങ്കിടലിൽ കൂടിയും സ്പർശനത്തിൽ കൂടിയും ചുംബനത്തിൽ കൂടിയൊക്കെയാണ് ലൂബ്രിക്കേഷനും അതുപോലെ തന്നെ ഇറക്ഷനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കേണ്ടത്. പക്ഷെ മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരാൾ സ്വയം എഫേർട്ട് എടുത്ത് എന്തെങ്കിലും കാഴ്ചകൾ കണ്ട് അങ്ങനെ സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് കണ്ടാലുള്ള ഇത് അമിതമായിട്ട് കണ്ട് അഡിക്ഷൻ വന്നാലുള്ള സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഫോൺ കാണുന്ന സമയത്ത് നമ്മളിൽ ഡോപ്പാമൈൻ എന്ന് പറയുന്ന ഹോർമോൺ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നമ്മുടെ ബ്രെയിന്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് വെറൈറ്റി ഉള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് അപ്പോൾ ഇത് കാണുന്നത് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ക്രമേണ നമ്മുടെ ബ്രെയിനിൽ നിന്ന് അത് ഉൽപ്പാദനം കുറഞ്ഞ് അതിൻ്റെ ആ ഫ്രീക്വൻസി കുറഞ്ഞ് വരും. അപ്പോൾ ഡോപ്പാമൈൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷം തോന്നും, നല്ലൊരു മൂഡ് തോന്നും, പല കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ലെവൽ കുറയുമ്പോൾ നമ്മൾ ചെറിയൊരു ഫ്രസ്ട്രേഷനിലോട്ട് പോകും. അപ്പം നമുക്ക് മറ്റ് പല കാര്യങ്ങൾക്കൊന്നും താല്പര്യമില്ലാതെ വരും. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ ഒരു താല്പര്യമില്ല, മറ്റുള്ള ആക്ടിവിറ്റീസിനോട് താല്പര്യമില്ല, സാമൂഹികപരമായിട്ടുള്ള കാര്യത്തിൽ താല്പര്യമില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലോട്ട് കടക്കാം. ഞാൻ ഈ അഡിക്ഷൻ ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ, അല്ലാതെ സാധാരണ ഒരു രീതിയിൽ നമ്മളൊരു ചെയ്യുന്നു എടുക്കുന്ന അതൊന്നും അല്ല. ഈ വീഡിയോയിൽ പറയുന്ന മുഴുവൻ ഫോണിന് അഡിക്ഷൻ വന്ന് സംഭവിച്ചവരുടെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫോണിനകത്ത് കാണുമ്പോൾ നല്ല സുന്ദരികളായിട്ടുള്ള സ്ത്രീകളായിരിക്കും ഉള്ളത്. നമ്മുടെ പാർട്ട്ണർക്ക് പക്ഷെ അത്രയും സൗന്ദര്യം കാണത്തില്ല. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സ് നമ്മുടെ ഉപബോധ മനസ്സ് കമ്പയർ ചെയ്യും. നമ്മളറിയാതെ കമ്പാരിസൺ നടക്കും, താല്പര്യക്കുറവ് തോന്നിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഫോൺ കാണുന്നത് ഒരു മഹാ അപരാധമൊന്നും അല്ല, തെറ്റുമല്ല. സ്വാഭാവികമായിട്ട് എല്ലാവരും കാണുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ അത് വളരെ ലിമിറ്റ് ചെയ്ത് കാണുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ അതിന്റെ നെഗറ്റീവായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് വളരെയേറെ കോൺഷ്യസ് ആയിരിക്കണം. അങ്ങനെ കോൺഷ്യസോടുകൂടി കാണുക, അഡിക്ഷൻ ഉണ്ടാകാത്ത രീതിയിൽ. അപ്പൊ കൂടുതലായിട്ട് മറ്റൊരു വീഡിയോ പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.